നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10th മെയിൻസ് CPO എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, IPC സെക്ഷൻ 370 പ്രകാരം മനുഷ്യക്കടത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? IPC സെക്ഷൻ 370 പ്രകാരം മനുഷ്യക്കടത്തിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ശരി ഉത്തരം 10 വർഷം. ശരി ഉത്തരം 10 വർഷം. കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന NDPS നിയമത്തിലെ സെക്ഷൻ ഏത്? കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന NDPS നിയമത്തിലെ സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 19. സെക്ഷൻ 19. കർഷകൻ കറുപ്പ് മോഷ്ടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് പരാമർശിക്കുന്ന NDPS നിയമത്തിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 19. ഇന്ത്യൻ എവിഡൻസ് നിയമപ്രകാരം എത്ര തരം തെളിവുകളുണ്ട്? ഇന്ത്യൻ എവിഡൻസ് നിയമപ്രകാരം എത്ര തരം തെളിവുകളുണ്ട്? ശരി ഉത്തരം 9. ഇന്ത്യൻ എവിഡൻസ് നിയമപ്രകാരം എത്ര തരം തെളിവുകളുണ്ട്? ഉത്തരം 9. വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏത്? വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 43A. വിവരങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴുള്ള നഷ്ടപരിഹാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന IT ആക്ടിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 43A. കൂട്ടായ്മ കവർച്ച നടത്തുന്നത് രാത്രിയിൽ ആണെങ്കിൽ IPC പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? കൂട്ടായ്മ കവർച്ച നടത്തുന്നത് രാത്രിയിലാണെങ്കിൽ IPC പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? ശരി ഉത്തരം 14 വർഷം വരെ കഠിന തടവും പിഴയും. കൂട്ടായ്മ കവർച്ച നടത്തുന്നത് രാത്രിയിലാണെങ്കിൽ IPC പ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? 14 വർഷം വരെ കഠിന തടവും പിഴയും. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 29. പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 29. നോൺ കോഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ ഏത്? നോൺ കോഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 2L. സെക്ഷൻ 2L. നോൺ കോഗ്നിസിബിൾ കുറ്റങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ 2L. പോക്സോ നിയമത്തിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചതെന്ന്? പോക്സോ നിയമത്തിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചതെന്ന്? ശരി ഉത്തരം 2012 ജൂൺ 19. പോക്സോ നിയമത്തിന് പ്രസിഡന്റിന്റെ അനുമതി ലഭിച്ചത് 2012 ജൂൺ 19. കോടതി പുറപ്പെടുവിക്കുന്ന ഏതൊരു അറസ്റ്റ് വാറന്റും കോടതി ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടതും കോടതി മുദ്ര പതിക്കേണ്ടതുമാണെന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ ഏത്? കോടതി പുറപ്പെടുവിപ്പിക്കുന്ന ഏതൊരു അറസ്റ്റ് വാറന്റും കോടതി ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടതും കോടതി മുദ്ര പതിപ്പിക്കേണ്ടതുമാണെന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 70. കോടതി പുറപ്പെടുവിക്കുന്ന ഏതൊരു അറസ്റ്റ് വാറന്റും കോടതി ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടതും കോടതി മുദ്ര പതിക്കേണ്ടതുമാണെന്ന് പ്രതിപാദിക്കുന്ന CRPC സെക്ഷൻ ഏത്? സെക്ഷൻ 70. IT ആക്ടിലെ സെക്ഷൻ 66D പ്രകാരം ആൾമാറാട്ടത്തിന് ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? IT ആക്ടിലെ സെക്ഷൻ 66D പ്രകാരം ആൾമാറാട്ടത്തിന് ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? ശരി ഉത്തരം 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും. IT ആക്ടിലെ സെക്ഷൻ 66D പ്രകാരം
ആൾമാറാട്ടത്തിന് ലഭിക്കാവുന്ന ശിക്ഷയെന്ത്? 3 വർഷം വരെ തടവും 1,00,000 രൂപ പിഴയും. IPC സെക്ഷൻ 378 പ്രതിപാദ്യ വിഷയം എന്ത്? IPC സെക്ഷൻ 378 പ്രതിപാദ്യ വിഷയം എന്ത്? ശരി ഉത്തരം മോഷണം. IPC സെക്ഷൻ 378 പ്രതിപാദ്യ വിഷയം എന്ത്? മോഷണം. കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയില്ലാതെ ദൃശ്യമാധ്യമങ്ങളിലോ മറ്റോ പ്രസിദ്ധീകരിക്കരുത് എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏത്? കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതി ഇല്ലാതെ ദൃശ്യമാധ്യമങ്ങളിലോ മറ്റോ പ്രസിദ്ധീകരിക്കരുത് എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 31. കസ്റ്റഡിയിലുള്ള വ്യക്തികളുടെ ചിത്രങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയുടെ അനുമതിയില്ലാതെ ദൃശ്യമാധ്യമങ്ങളിലോ മറ്റോ പ്രസിദ്ധീകരിക്കരുത് എന്ന് പരാമർശിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ ഏത്? സെക്ഷൻ 31. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ശരി ഉത്തരം രാജസ്ഥാൻ. 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത്? ശരി ഉത്തരം രാജസ്ഥാൻ. ചോദ്യം ചെയ്യുന്ന സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ ഏത്? ചോദ്യം ചെയ്യുന്ന സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ ഏത്? ശരി ഉത്തരം സെക്ഷൻ 41D. ചോദ്യം ചെയ്യുന്ന സമയത്ത് താൻ തിരഞ്ഞെടുക്കുന്ന ഒരു വക്കീലിനെ കാണാനുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന CRPC സെക്ഷൻ 41D. വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളവയെ പറ്റി പരാമർശിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത്? വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളവയെ പറ്റി പരാമർശിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത്? ശരി ഉത്തരം സെക്ഷൻ 8. വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളവയെ പറ്റി പരാമർശിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ഏത്? സെക്ഷൻ 8.